ഹായ്, ഞാൻ സൗവർണികയാണ്. ഞാൻ 6th ഗ്രേഡിലാണ് പഠിക്കുന്നത്. ഇതെൻ്റെ അനിയത്തി. ഹായ് ഗൈസ്, എൻ്റെ പേര് സദ്യമയ. ഞാൻ ഗ്രേഡ് സെക്കൻഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കളിക്കുന്ന ഗെയിമാണ് കപ്പ് കാസ്റ്റിൽ. അപ്പം ലെറ്റ് സ്റ്റാർട്ട്. സെലക്ട് ചെയ്യുന്നത് അമ്മയാണ്. അപ്പം അമ്മ ഇൻസ്ട്രക്ഷൻസ് പറയും. അമ്മയുടെ പേര് ദിവ്യ എന്നാണ്. ഇവിടെ കപ്പ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കപ്പിന്റെ കൗണ്ട് 3ഉം ഈക്വൽ ആണ്. ഇവർക്ക് ടൈം സെറ്റ് ചെയ്യും. 1 മിനിറ്റ് ആണ് ടൈം. സോ അവരതിന്റെ ലെയേഴ്സ് അതിനനുസരിച്ച് ലെയേഴ്സ് സെറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഗെയിമിന്റെ പ്രോപ്പർ കണ്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ടൈമർ 1 മിനിറ്റ് ആയിരിക്കും. അതിനകത്ത് മാക്സിമം ലെയേഴ്സ് സെറ്റ് ചെയ്യാം. ഓക്കെ, സമാധാനത്തിൽ ചെയ്താൽ മതി. ടൈം സ്റ്റാർട്ട്സ് നൗ. തേർട്ടി സെക്കൻഡ്സ് ഓവർ. ഇനിയും 30 സെക്കൻഡ്സ് ഉണ്ട്. അപ്പം അതൊക്കെ ചെയ്താൽ മതി. Fifteen seconds more. 10 seconds more. 5 seconds more. Time over. Time over. Okay, nice. Time over. പെർഫെക്റ്റ് ആണ്. It's okay. ബാക്കി നിന്റെ ബാക്കിയുണ്ട്, ഉണ്ട്. ഹാഫേ വീണുള്ളൂ. Okay, എത്ര ലെയർ സെറ്റ് ചെയ്തു? It's okay. ഇവിടെ ഇപ്പൊ ഗെയിം കഴിഞ്ഞപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 5 ലെയേഴ്സ് നന്ദ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് നിയയുടെ നോക്കാം. നിയ പ്രോപ്പറായിട്ട് 6 ലെയേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ഏറ്റവും ചെറിയ കുട്ടീസ് അവള് 1 2 3 4 5 ലെയേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 പേര് സെക്കൻഡ് പ്ലേസും ഒരാൾ ഫസ്റ്റ് പ്ലേസും. നിയയാണ് വിന്നർ ആയിരിക്കുന്നത്. കൈ പൊക്കൂ, വിന്നർ കൈ പൊക്കൂ. ക്ലാപ്പ് കൊടുക്കും എല്ലാവരും. ലെറ്റ്സ് ഡു our second game. Guys, ഇപ്പൊ നമ്മള് രണ്ടാമത്തെ ഗെയിം തുടങ്ങാണ്. കപ്പ് സ്റ്റാൻഡിങ്. ഇപ്പൊ നമ്മൾ ഗെയിം തുടങ്ങാം. അപ്പോൾ 1 മിനിറ്റ് ആണ് ടൈം. തലയിൽ നിങ്ങൾ വളരെ സാവധാനത്തിൽ ചെയ്താൽ മതി. 1 മിനിറ്റ് ടൈം ഉണ്ട്. നമ്പർ ഓഫ് കപ്സ് കൂടുതലായിരിക്കുന്നവരായിരിക്കും വിൻ ചെയ്യാം. ഓക്കെ, shall we start the game? Yeah. Time starts now. Slowly please. ചെറുത് ചുവട് ഫ്രണ്ടിലോട്ട് പോയി മോനെ. സന കപ്പി പിടിക്കല്ലേ. 1 by 1 യാ. Thirty seconds over. എനിക്ക് തോന്നുന്നു നമ്മുടെ ചെറുതാണ് വിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവളെ കൂടുതൽ കപ്സ് കളക്ട്. യെസ് 10 more seconds. അവള് വലിയ സമാധാനത്തിൽ ചെയ്യുന്നുണ്ട്. സന യെസ് പതുക്കെ മതി മോനെ. സ്ലോലി. Time over. Okay. Our next game is full of colors. Next game ഒരു ഡ്രോയിങ് ആണ്. അതിനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. റെഡി ആയിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസ് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ദെൻ ഈ നമ്മുടെ ഇതിൻ്റെ തീം എന്ന് പറയുന്നത് ഈദ് മുബാറക്കാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് പിക്ചേഴ്സ് തീമായിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തു. ഗൂഗിളിൽ നിന്ന് ഈദ് മുബാറക്കിൻ്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അവർക്കത് റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിന് പടം വരയ്ക്കാം. ദെൻ കളറിങ്ങും ഉണ്ട്. ഇതാണ് റെഫറൻസ് പിക്ചേഴ്സ് കാണിച്ചു കൊടുത്തത്. ഒരു 3-4 പിക്ചേഴ്സ് അവർക്ക് റെഫറൻസ് ആയിട്ട്. ചെറിയ മോൾക്ക് ഈദ് മുബാറക്ക് സ്പെല്ലിംഗ് അറിയില്ലായിരുന്നു. അപ്പം അതും ഡെക്കറേഷൻസ് ഒക്കെ അവർക്കൊന്ന് ഫെമിലിയർ ആവാൻ ഇതാക്കാം. നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഗെയിം സ്റ്റാർട്ട് ചെയ്ത് 15 മിനിറ്റ്സ് ആണ് നിങ്ങൾക്കുള്ള ടൈം.
15 മിനിറ്റ്സിനകത്ത് എത്രയാണോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത് അതായിരിക്കും നിങ്ങളുടെ ഫൈനൽ പിക്ചർ എന്ന് പറയുന്നത്. സോ ദ ടോപ്പിക് ഈസ് ഈദ് മുബാറക് ആൻഡ് ദ ടൈം ലിമിറ്റ് ഈസ് 15 minutes ആൻഡ് ടൈം സ്റ്റാർട്ട്സ് നൗ. നമ്മുടെ സന നെയിംസ് സ്റ്റാർട്ട് ചെയ്ത് സന നല്ല ഒരു ബോർഡറൊക്കെ വരച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണേ. ബാക്കി നന്ദയും നന്ദ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പള്ളിയുടെ ഏതാണ്ട് വെച്ചിട്ടാണ്. നീ എന്തായാലും പേപ്പർ ഫില്ലാക്കി ഇനി ബാക്കി ഡെക്കറേഷൻസും കാര്യങ്ങളും നോക്കാൻ പോവാ. നമ്മുടെ സനയുടെ ഡ്രോയിങ് ആണ്. എന്താ കളറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിയയുടെ പിക്ചേഴ്സ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചെറുതായിട്ട് കളറിങ് സ്റ്റാർട്ട് ചെയ്തു. ഇനി നിങ്ങൾക്ക് നിയർലി 9 minutes ആണ് ബാക്കിയുള്ളത്. 9 minutes. No, 9 minutes അല്ല, 5 minutes. 5 minutes ആണ് ഇനി ബാക്കിയുള്ളത്. No grace time.
എന്താണല്ലേ 3 more minutes and they are asking for grace period, grace time. So 5 more minutes extra. 5 more minutes. Actually 3 more minutes ആണ്, but they are asking grace time. So 5 more minutes. തീരാറായി. അയ്യോ എനിക്ക് ഇനി മേഘം നമ്മൾ ഏതാണ്ട് സ്റ്റാർട്ട് ചെയ്ത് 15 മിനിറ്റ്സ് ഗ്രേസ് ടൈമും കൂടെ കഴിഞ്ഞു. ഇതാ കഴിയാറായി. ഞാൻ പറയുമ്പോൾ നിർത്തണം. 15 more seconds. ആൻറ്റി പ്ലീസ്. No. അഴിമതി നടക്കില്ല. എൻ്റെ തീർന്നു. മാജിക് വേർഡ്സും ഈ Okay, time over. 5 seconds more. 5 seconds more. 1, 2, 3, 4, 5. Stop. All of you stop. എൻ്റെ വെള്ളം തീർന്നില്ല. അപ്പൊ നമുക്ക് ഇവരുടെ എന്റെ തീ- പിക്ചേഴ്സ് വാലുവേറ്റ് ചെയ്യാം. ഇത് ഇത് ഞാൻ വൈറ്റ് ആവാൻ പ്രതീക്ഷ. സനയുടെ, ഇത് നിയയുടെ, ഇതെന്റെ വൈറ്റ് ആവാനായിട്ടാണ് ഞാൻ ഇതാക്കുന്നത്. ഇത് എന്റേതാണ്. ഇത് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു പടമാണ്. എനിക്ക് സനയുടെ ടൈറ്റിലും മേഘവും ഒക്കെ നന്നായിട്ടുണ്ട് അല്ലേ? അല്ലേ? നന്നായിട്ടുണ്ട്. മറ്റേതെടുത്തായിരുന്നോ? ഇല്ല. എന്തൊക്കെ ഡെക്കറേഷൻസ് മുകളിൽ എന്തൊക്കെയുണ്ട്, പക്ഷെ കളർ കോമ്പിനേഷൻസ് ഒക്കെ നോക്കാം. ചന്ദ്രനൊക്കെ മൾട്ടി കളറാ. അടുത്തത് നിയ ചന്ദ്രനൊക്കെ നന്നായി വരച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ വൈറ്റ് ആണ് വേറെ അവിടെ ആ വൈറ്റിന്റെ അകത്ത് എന്ത് കളർ കൊടുക്കാനാ ഉദ്ദേശിച്ചിരുന്നത്? ഇല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, അത് വൈറ്റ് ആവാനാണ്. ഓക്കെ, അപ്പൊ അവിടെയും ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്. എല്ലാരും 3 പേര് നന്നായി ചെയ്തെന്ന് തോന്നുന്നു. ബാക്കി നമുക്ക് 3 പേരെ ഒരുമിച്ച് ഒരുമിച്ച് കോമ്പിനേഷൻ പിടിച്ചോ മോളപ്പുറം വാ. പക്ഷെ കുഴപ്പമില്ല, എന്റേത് കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്. അവളുടെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമാണ്. എനിക്ക് അവളുടെ ഗായ്സ്, അപ്പോൾ നമ്മളുടെ ഗെയിംസ് എല്ലാം കഴിഞ്ഞ് നമ്മളുടെ വൈൻഡ് അപ്പ് സെഷൻ ആണ്. ആസ് യു ഓൾ നോ, ഞങ്ങളിപ്പം ഒമാനിലാണ്. അപ്പം ഇവിടെ പീക്ക് സമ്മറാണ്. സമ്മറിൽ നല്ല ചൂടായിരിക്കും യൂഷ്വലി, എസ്പെഷ്യലി ഗൾഫ് കൺട്രീസിൽ. അപ്പോൾ ഞങ്ങൾ ഈ ചൂടത്ത് ഇത്തിരി ഫ്രൂട്ട് സാലഡൊക്കെ കഴിച്ച് കൂളാവുന്നില്ല. അപ്പൊ ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസിന്റെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിലകപ്പാട് കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അല്ല, ആപ്പിൾ ഉണ്ട്, ബനാന ഉണ്ട്, നട്ട്സ് ഉണ്ട്, പിന്നെ മാംഗോ പ്യൂരി ഉണ്ട്. അപ്പൊ സന, നമുക്ക് ഇനി എത്ര മിനിറ്റ്സ്? ജസ്റ്റ് 5 മിനിറ്റ്സേ ഉള്ളൂ. അല്ല, ഒരു 15 മിനിറ്റ്സ് അല്ലായിരുന്നുള്ളത്. അപ്പൊ നമുക്ക് 15 മിനിറ്റ്സേ ഉള്ളൂ കേട്ടോ. എന്താ, അപ്പോൾ നമുക്കാണെങ്കിൽ 10 മിനിറ്റ്സ് കട്ട് ചെയ്യാനും 5 മിനിറ്റ്സ് പ്രിപ്പറേഷനും ഉള്ളൂ. 15 മിനിറ്റ്സേ ഉള്ളൂ. കാരണം നമ്മൾ ബനാന എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പീൽ ചെയ്യാൻ കേട്ടോ. നല്ല നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഈ സൈഡ് രണ്ടും ഒരുമാതിരി കുഞ്ഞതായിട്ടിരിക്കുന്നത് രണ്ടും കട്ട് ചെയ്തോളാം. സൈഡ് ശരിയാണ്. അപ്പം ഈ ഒരു പോർഷൻ കുറച്ച് വെച്ചായിട്ട് ഒരു ഷേപ്പിൽ ചെയ്യണം എന്നുണ്ട്. അപ്പം കുറച്ച് ഡെക്കറേറ്റീവായിട്ട് ആ സർക്കിൾ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഞാൻ നോർമലായിട്ടാണ് കട്ട് ചെയ്യുന്നത്, പക്ഷെ ചെറിയ ടൈനി പീസസ് ആയിട്ട് കൈയൊക്കെ സൂക്ഷിച്ച് ചെയ്യ് കേട്ടോ. നല്ല ടൈമാണ്. ഓവർ ടൈം അമ്പലത്തിൽ അച്ഛനൊക്കെ ഇരുന്ന മഴ പോലായല്ലോ. ഊസലാടിയിട്ടാണ്. ഗായ്സ്, അപ്പൊ നന്ദ അത് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്റേത് നോക്കൂ ഗായ്സ്, ഇത്തിരി അവളുടേത് കട്ട് ചെയ്തത് ഞാൻ എക്സ്പേർട്ട് ആണെന്ന് പറഞ്ഞില്ലേ. എന്റേത് ഇച്ചിരി വലുതായി. സൂപ്പർ. എന്റേത് ഇത്തിരി ചെറുതായി പോയി. ആ ഡിസൈൻ എന്റേത് പെർഫെക്റ്റ് ആയി. ഇപ്പൊ ഞാൻ ഇവിടെ ബനാന ഇട്ടിട്ടുണ്ട്. അതിന്റെ പുറത്ത് ഒരു ലെയർ പ്യൂരി ഇടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ആപ്പിൾ ഇടാനാണ് ഞാൻ വിചാരിക്കുന്നത്. അതാവുമ്പോ ഒരു ലെയറിൽ വരുമ്പോ ഒരു ടേസ്റ്റ് ഉണ്ടാവും.
ഞാൻ ഓവറായിട്ട് എടുക്കുന്നില്ല, ഇത്തിരി ഇത്തിരി എടുക്കുന്നു. അപ്പം ഞാൻ നട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ഇച്ചിരി മാംഗോ പ്യൂരി ഇടാൻ പോകുക. അതിന് മുമ്പായിട്ട് ഞാൻ ബൗള് ഇച്ചിരി ഡെക്കറേറ്റീവ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ബനാനാസ് ഒക്കെ ഒന്ന് സർക്കിൾ ചെയ്തിട്ട് ഒരു സർക്കിൾ പോർഷൻ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഫ്ലവർ മാതിരി അങ്ങനെ ഒരു തട്ടിക്കൂട്ട് രീതിയിൽ വെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആപ്പിളും ബനാനയും എങ്ങനെ അതായത് സാധാരണ നമ്മൾ കട്ട് ചെയ്യില്ല അതേപോലെ ഇട്ടിട്ടുണ്ട്. കാണുന്ന മണ്ടിയിലാണ് ഞാൻ മാംഗോ പ്യൂരി ഒഴിക്കാൻ പോകുന്നത്. അപ്പം എനിക്ക് ഈ നടുക്ക് കിടക്കുന്നത് കാണണ്ട, കാരണം എനിക്ക് എൻ്റെ മണ്ടയിൽ ഈ നട്ട്സ് ഇടണം. അപ്പം ഇത്രയും ഇച്ചിരി ക്ലോസ് ആയിട്ടിരിക്കും. എനിക്ക് ആ ബനാന മാത്രം ഇത്തിരി ഒന്ന് പൊന്തി നിന്നാൽ മതി, ബിക്കോസ് അത് പിന്നെ ഇത്തിരി നട്ട്സ് ഇടാൻ പോവുകയാണ്. അതായത് ഇതിനകത്ത് ബദാം ഉണ്ട്, വാൾനട്ട്, പിന്നെ റൈസ്. ഞാൻ അവിടെ റൈസിനുണ്ടോ? വേണോ? വേണോ? അത്രയും മതി. അപ്പോൾ ഞാനിങ്ങനെ ഇനി ഞാൻ ലെയർ ആയിട്ട് നട്ട്സ് ഇട്ടു. ഇനിയും കോക്കോ പൗഡർ നമ്മൾ ആദ്യം അങ്ങനെ കസ്റ്റേർഡാണ് കൂടുതൽ, കസ്റ്റേർഡും ഇതൊക്കെയാണ് ഇടുന്നത്. കോക്കോ പൗഡർ അങ്ങനെ ആരും ഇടാറില്ല. ഞങ്ങൾ ചുമ്മാതെ ഒരു രസത്തിനൊരു ചെറിയ പിഞ്ച് ഇടുന്നേ ഉള്ളൂ. അപ്പം അവള് പറഞ്ഞ പോലെയാണ് ഞാൻ ഒരു പിഞ്ച് ഇടുന്നതേ ഉള്ളൂ. ഓവറായിട്ട് ഇട്ടാൽ കയ്പ്പായിരിക്കും, ബിക്കോസ് ഇതിന് അധികം നോർമലി ഡ്രീം കേക്ക് ഒക്കെ കഴിച്ച ആൾക്കാർക്ക് അറിയായിരിക്കുമല്ലോ, കയ്പ്പായിരിക്കും. അപ്പൊ ഇത്ര പ്രൊഫഷണൽ ഷെഫ്. പ്രൊഫഷണലൊന്നും അല്ല, എനിക്ക് ഇത്തിരി മതി. അത്രയും നിങ്ങളുടെ ടൈം കഴിഞ്ഞു. എല്ലാരും എല്ലാം പ്രിപ്പയർ ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക അല്ലയോ? ഇത് എന്റെ കൈ ഫുള്ളായി. നിയയുടെ ഇതാണ്. എങ്ങനെയാ ചെയ്തിരിക്കുന്നതെന്നൊക്കെ നേരത്തെ പറയുന്ന കേട്ടു. അത് ഞാൻ പറഞ്ഞാണ്. ആദ്യം ഒരു ബനാന പ്യൂരി, ആപ്പിൾ അപ്പം ഇങ്ങനെ ഫസ്റ്റ് താഴെ വരെ പോകുന്ന രീതിയിൽ ഡെക്കറേഷൻ ഒക്കെ കാണുന്നുണ്ട്. ഇതിൽ ഞാൻ ലെയർ ഫസ്റ്റ് ഫ്ലവർ ആയിട്ട് പോയി ഡെക്കറേറ്റ് ചെയ്തു, എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്ത് സെറ്റ് ചെയ്താണ് ഞാൻ ഇളക്കിയിട്ടുള്ളത്. അതാ ഞാൻ പറഞ്ഞത്. സനയുടേത് ഒത്തിരി ഉണ്ട്. നാളെ ചെറുതാണെങ്കിലും ഒത്തിരി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കണ്ടന്റ് കൂടുതലായിട്ടുണ്ട്. ഡെക്കറേഷൻ നല്ലതാണ്. അത് നമ്മൾ ഐസ്ക്രീം ഒക്കെ നോർമലി അങ്ങനെ ഓരോ വെഡിങ്സിനൊക്കെ പോകുമ്പോൾ അതേപോലെ. ഇതിന് നട്ട്സ് ഒരുപാട് ഇട്ടിട്ടുണ്ട്. ഇതിന് ഡെക്കറേഷൻ നന്നായി ചെയ്തിട്ടുണ്ട്. ഇത് ഓവറോൾ ലെയേഴ്സ് എല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. മൂന്ന് വേണ്ടത് ഒരുപോലെ നല്ലതാണെന്നാ പറഞ്ഞത്. അപ്പൊ മൂന്ന് വേണ്ടത് നല്ലതാ. ഇൻഗ്രീഡിയൻസ് സെയിം ആണെന്നല്ല, എല്ലാവരും ഒരുപോലെ യൂസ് ചെയ്യും. ചെറിയ ചെറിയ വ്യത്യാസം. ഇതിന് നട്ട്സ് നന്നായിട്ടുണ്ട്, കഴിക്കാൻ കിട്ടുന്നുണ്ട്. ഡെക്കറേഷനും ലെയേഴ്സും ഉണ്ട്. അതിനകത്ത് മാംഗോ പ്യൂരി നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പെർഫോമൻസിന് നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ഞാൻ നിന്റേതും എന്റേതും നോക്കാം. അല്ല ഇതിൽ ബെസ്റ്റ് സാലഡ് ഏതാന്ന് ഡിക്ലെയർ ചെയ്തില്ല. സാലഡ് എല്ലാം ഒരുപോലെ തന്നെയാണ്. No, I feel Nanda's was really nice. ബുക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ. ഗായ്സ്, അപ്പോൾ ഇവിടെ എല്ലാവരും സാലഡ് ആയിട്ടൊന്നുമില്ല. കേട്ടോ എന്റെ ഡെക്കറേഷൻ ഒക്കെ പോയി, എല്ലാരും എടുത്തോണ്ട് പോയി. അവിടെ അതാ ഞാൻ പറഞ്ഞ ബ്യൂട്ടി നോക്കിയിട്ടില്ല കാര്യമില്ല. ഫുൾ ബൗള് ഫ്രൂട്ട് സലാഡ് കഴിക്കാറായില്ല. ഇതില് വിന്നർ ആരാ?
ഇങ്ങനെ ദിവസം നല്ലതാണല്ലേ? സൂപ്പറാണോ? സൂപ്പർ ആയിരുന്നോ? അടിപൊളിയാണ്. ഗായ്സ്, അപ്പൊ ഇന്ന് ഞങ്ങൾ എൻജോയ് ചെയ്തു, നിങ്ങളും എൻജോയ് ചെയ്തെന്ന് തോന്നുന്നു. സജഷൻസ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയണം. പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. പെർഫോമൻസിന് നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ഞാൻ നിന്റേതും എന്റേതും നോക്കാം. ആണ്. You താങ്ക് യു. like wear അല്ലേ? അല്ല ഇതിൽ ബെസ്റ്റ് സാലഡ് ഏതാന്ന് ഡിക്ലെയർ ചെയ്തില്ല. അതെ, Best decoration ഉം best സാലഡ് പറ. എല്ലാം ഒരുപോലെ തന്നെയാണ്. No, I feel Nanda's was really nice. ബുക്ക് ഇഷ്ടപ്പെട്ടോ? ആ. ഓക്കെ.